തീർച്ചയായും നമുക്കിതൊരു പുതിയ തുടക്കമായി തന്നെ കണക്കാക്കാം. കാര്യം മോദിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 27 വർഷമായി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വളരെ വിജയകരമായി നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ധാരാളം സാധാരണക്കാരുടെ ജീവിതത്തെ അസാധാരണമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ എങ്കിലും ചില വളരെ മിടുക്കരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഈ ബിസിനസ്സിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. സമീർ മോഡി സാറിന്റെ കാഴ്ചപ്പാടില് മിടുക്കരാണെങ്കിലും അല്ലെങ്കിലും ശരി തന്നെ ഏവർക്കും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അദ്ദേഹം മോദി കെയറിന്റെ പ്ലാറ്റ്ഫോമിനെ അദ്ദേഹം വിഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വലിയ കഴിവുകളൊന്നുമില്ലാത്ത ഒരു വെറും സാധാരണക്കാരനാണെങ്കിൽ ശരി തന്നെ അവർക്ക് കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ മോദി കെയറിൽ വിജയിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളത്, അവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളത് സമീർ മോഡി സാറിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലുള്ള പ്ലാനുകളിൽ സാറ് പല സമയങ്ങളിലും ആവശ്യമായ ഭേദഗതികൾ സാർ വരുത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിനെ ഒരു അൾട്ടിമേറ്റ് പ്ലാനായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ലിമിറ്റ് ഇല്ലാതെ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഒരു സ്റ്റേബിൾ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചുരുങ്ങിയ സമയത്തിനകം അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട്, അവർക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമീർ മോഡി സാറിന്റെ പ്രത്യേക നിർദ്ദേശത്തിൽ വളരെ എക്സ്പെർട്സ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെ, ഒരു ടീം തന്നെ ഇരുന്നു കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു പ്ലാനാണ് സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ. ഈ ഇൻഫിനിറ്റി പ്ലാൻ അദ്ദേഹത്തിന്റെ വിഷനിലൂടെ ഇൻസ്പയർഡ് ആണ്. ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ ഇൻഫിനിറ്റി പ്ലാൻ ഡ്രിവൻ ചെയ്യേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറായി വന്നാൽ, ഡിയർ ഫ്രണ്ട്സ്, അദ്ദേഹം പറയാണ്, ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. ഇതെന്റെ കമ്മിറ്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് ലിമിറ്റ് ഇല്ലാത്ത, പരിധിയില്ലാത്ത വിജയം ഈ സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാനിലൂടെ നേടിത്തരും എന്നുള്ളതാണ് അദ്ദേഹം ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ പ്ലാനിൽ പറയുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മോദി കെയറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ലീഡർഷിപ്പും ഈ പ്ലാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ വിഷൻ തീർച്ചയായും പരിപൂർണമായും സാധ്യമാകുമെന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. കാര്യം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ, ഏവർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലാനാണ് ഈ സമീർ മോഡി സാറിന്റെ ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഒരു കൺസൾട്ടന്റിന് അഥവാ അഡ്വൈസർക്ക്, ഒരു ലീഡർക്ക് ഒരു മില്യനെയർ സ്ഥാനത്തേക്ക്, ലക്ഷാധിപതി അല്ലെങ്കിൽ കോടീശ്വരനാകണമെന്നുണ്ടെങ്കിൽ പ്രധാനമായ 2 ഫാക്ടേഴ്സ് ആണ് അദ്ദേഹം പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഒരു കമ്പനിയിൽ ഉണ്ടാകേണ്ടത്. ഒന്ന്, ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്, പകരം വയ്ക്കാനില്ലാത്ത പ്രൂവൺ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. നമുക്കതറിയാം, 10-27 വർഷമായി ഈ കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വിജയിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അത് ബേസ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം. പക്ഷെ അതിനോടൊപ്പം കടന്നു വരുന്ന ആൾക്കാരെ വിജയിപ്പിക്കാൻ ഒരു വളരെ ക്ലിയർ കട്ടായിട്ടുള്ള, വളരെ വേഗം വിജയിക്കാൻ കഴിയുന്ന, ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ഉന്നതിയിൽ കോമ്പൻസേഷൻ കൊടുക്കുന്ന ഒരു പ്ലാൻ ഉണ്ടാകണം. ഈ 2 കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടിയാൽ, അങ്ങനെ ആ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പറന്നുയരാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഈ മോദി കെയർ ബിസിനസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സമീർ മോഡി സാറിന്റെ ഈ അൺലിമിറ്റഡ് പ്ലാനിലൂടെ, അദ്ദേഹം ഇൻഫിനിറ്റി പ്ലാനിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ തീർച്ചയായും അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഈ പ്ലാൻ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി, അടിത്തറ, ഉറപ്പ്,
സ്ഥിരമായ വരുമാനം, സ്ഥിരമായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ലീഡർഷിപ്പിന് നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയും ഈ പ്ലാനിൽ. അതുപോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനകം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് വെഹിക്കിൾ ഫണ്ട് ഉണ്ട്, കാർ ഫണ്ട് ഉണ്ട്, ലക്ഷറി കാർ ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഹോം ഫണ്ട് ഉണ്ട്, ഹോം ബോണസുകളുണ്ട്. അപ്പൊ അതുപോലുള്ള ബോണസുകളിലൂടെ പ്രത്യേകമായി ഡിസൈൻ ചെയ്തിട്ടുള്ള, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, പൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ബോണസിലൂടെ ചുരുങ്ങിയ സമയത്തിനകം, ഒരു 2, 3, 4 മാസത്തിനകം നമ്മളൊക്കെ വർഷങ്ങൾ അധ്വാനിച്ച് നേടിയ ഹോം ഫണ്ട് ഉൾപ്പെടെ നേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന, ലക്ഷറി കാർ നേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് ചുരുങ്ങിയ സമയത്തിനകം ഇതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള, ഈ ഇൻഡസ്ട്രിയിൽ ഇന്ന് വരെ മറ്റൊരു കമ്പനിക്കും കാഴ്ചവെക്കാൻ കഴിയാത്ത രീതിയിൽ 72% പേ ഔട്ടോടെ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനാണ് സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം ഈ പ്ലാൻ പഠിച്ച ആൾക്കാർ, നിങ്ങൾ ഓരോ മുൻവിധിയോടെയും ഒരിക്കലും നിങ്ങൾ ഈ പ്ലാനിനെ സമീപിക്കരുത്. നിങ്ങൾ പഠിക്കണം നന്നായിട്ട്. നിങ്ങൾക്ക് ഈ പ്രസന്റേഷനിൽ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ ലീഡറുമായി ചേർന്നുകൊണ്ട് നിങ്ങൾ ഈ പ്ലാൻ പഠിക്കണം. ധാരാളം ട്രെയിനിങ്ങുകൾ ഈ പ്ലാനിനെ കുറിച്ച് ഇനി നമുക്ക് ഓൺലൈനായിട്ടും ലൈവായിട്ടും പ്രോഗ്രാമുകളിലും MLC-കളിലും ഹാളുകളിലും ഒക്കെ വരാൻ പോവുകയാണ്. ഈ പ്ലാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് ഇത് പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാണെന്നുള്ള ആണ് കാര്യം. ഇത്രയും സ്റ്റേബിൾ ആയിട്ട് ഇൻകം തരാൻ കഴിയുന്ന, ഇത്രയും വേഗം നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന, ഇത്രയും വേഗം നിങ്ങളെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, വെറും ഒരു 4 ലെഗിലൂടെ സുരേഖ ഭാർഗവ മാം വാങ്ങിയതുപോലുള്ള വരുമാനം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാൻ ഈ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് നമുക്ക് അതിലേക്ക് വരാം ഡിയർ ഫ്രണ്ട്സ്. അപ്പം ഈ പ്ലാനിന്റെ പ്രത്യേകതകളാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത്. ഒന്ന്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ പ്ലാൻ ഡിസൈൻ ചെയ്യിച്ച സമീർ മോഡി സാർ തന്നെ പറയുന്നുണ്ട്, ദിസ് ഈസ് നോട്ട് മോർ ദാൻ എ പ്ലാൻ, ഇത് ഈസ് മോർ ദാൻ എ പ്ലാൻ. ഇതൊരു ജസ്റ്റ് ഒരു പ്ലാൻ മാത്രമല്ല, അതിനുപരിയാണ്. ഇത് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത് നിങ്ങളുടെ വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ കഴിയുന്ന, നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് ആ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് വളരാൻ കഴിയുന്ന വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇൻഫിനിറ്റി പ്ലാനിൽ ഈ സമീർ മോഡി സാറ് നിങ്ങൾക്ക് ഭാവനം ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പ്ലാൻ അല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഒരു കാര്യവും ഈ പ്ലാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല. ഒരാൾക്കും നിങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഒരാളും നിങ്ങൾ വിജയിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങളുടെ പുറകെ നിന്നാൽ പോലും, നിങ്ങളെ പിന്നോട്ടടിക്കാൻ ശ്രമിച്ചാൽ പോലും നിങ്ങളെ പിന്നോക്കം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്ലാനാണ് സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് വരുമ്പോൾ മനസ്സിലാകും. കാര്യം 72% പേ ഔട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞത്. ഇതൊരു അൾട്ടിമേറ്റ് കോമ്പൻസേഷൻ പ്ലാൻ ആണ്. കാര്യം ഇനി ഒരു പ്ലാൻ ചേഞ്ച് മോദി കെയറിൽ ഉണ്ടാവില്ല. ഇനി ഒരു പ്ലാൻ ചേഞ്ച് മോദി കെയറിൽ ഉണ്ടാവില്ല. അദ്ദേഹം അടിവരയിട്ട് അദ്ദേഹം ലീഡർഷിപ്പിനോട് പല തവണ പറഞ്ഞതാണ്, ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. കാര്യം ഒരു അൾട്ടിമേറ്റ് പ്ലാൻ, ഇതൊരു അൾട്ടിമേറ്റ് ആത്യന്തികമായ അല്ലെങ്കിൽ അവസാനമായിട്ടുള്ള മോഡി കെയറിലെ സ്ഥിരത ഉറപ്പുവരുത്താനുള്ള ഒരു കോമ്പൻസേഷൻ പ്ലാൻ ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകതയാണ് 4 ലെഗിലൂടെ ഈ കമ്പനിയുടെ ഹയസ്റ്റ് പൊസിഷൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. 4 പേരെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ 16 ലെഗോ 6 ലെഗോ ഒന്നും തന്നെ വേണ്ട, വെറും 4 ലെഗ് പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ 90%, ഈ പ്ലാനിലെ 90% പേ ഔട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു പ്ലാനാണ് സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ റാപ്പിഡ്, വളരെ ദ്രുതഗതിയിലുള്ള ഗ്രോത്ത് 4 ലെഗിലൂടെ ഇത് അഷ്യൂർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻസെന്റീവ്സ്, ഓരോ ടൈറ്റിൽ നിങ്ങൾ പ്രോഗ്രഷൻ ചെയ്യും തോറും കൂടിയ ഇൻസെന്റീവ്സ്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബോണസുകൾ, ഫണ്ടുകൾ ഒക്കെ തന്നെ ഓഫർ ചെയ്യുന്ന ഒരു പ്ലാനാണിത്. ഇൻഫിനിറ്റ് ഡെപ്തിൽ നിന്ന് എത്ര താഴെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് പോയാലും തന്നെ അവിടെ പുതിയ ബിസിനസ് സെന്റേഴ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾ എത്ര ജനറേഷൻ ബിൽഡ് ചെയ്താലും അതിൽ നിന്നൊക്കെ വരുമാനം ഏൺ ചെയ്യാൻ കഴിയുന്ന മൾട്ടിപ്പിൾ ബിസിനസ് സെന്റേഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു പ്ലാനാണ്. അതുപോലെ തന്നെ ഓരോ മാസവും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് 3 മാസം നിങ്ങൾ കാത്തിരിക്കേണ്ട ഒരു കാർ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്
3 മാസം നിങ്ങൾ കാത്തിരിക്കേണ്ട ഒരു ഹോം ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ പ്ലാനിൽ പറയുന്ന രീതിയിൽ ടൈറ്റിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസം മുതൽ തന്നെ കംപ്ലീറ്റ് പേ ഔട്ട് തുടങ്ങുന്ന ഒരു പ്ലാനാണ്. റിയലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. അതുപോലെ തന്നെ ലോയൽറ്റി, ഏറ്റവും മോസ്റ്റ് റിവാർഡിംഗ് ആയിട്ട് നമ്മുടെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ബിസിനസിന്റെ ബേസ് ആയിട്ടുള്ള ലോയൽറ്റി പ്രോഗ്രാമിന് നമ്മളെ മാറ്റിയിട്ടുണ്ട്. ഈ ലോകത്തെ തന്നെ ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള ഈ ഇൻഡസ്ട്രിയിലെ ഒരു പ്ലാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സമീർ മോഡി ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ശ്രമം തീർച്ചയായും ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നന്നായി പ്ലാൻ പഠിക്കുന്ന ആളാണ്, നന്നായി പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന ആളാണ്. ഇതിന്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുകൾ നമ്മുടെ ലീഡർഷിപ്പിന് ഏൺ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ പ്ലാൻ ടീച്ച് ചെയ്യുന്ന ആളാണ്. എനിക്ക് യാതൊരു അഹങ്കാരത്തിലല്ല ഞാൻ പറയുന്നത്, ഈ 27 വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, ഇത് വളരെ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള പ്ലാനാണ്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആശങ്കകളും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്ലാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ട രീതിയിൽ അതുക്കുപരി നമുക്ക് വളരാൻ കഴിയും. സോ നമുക്ക് നോക്കാം. ഈ പ്ലാനിൽ 12 തരത്തിലാണ് കമ്പനി പേ ഔട്ട് തരുന്നത്. 12 രീതിയിൽ 12 ബോണസ് ആയിട്ടാണ് പേ ഔട്ട് ചെയ്യുന്നത്. മൊത്തം പേ ഔട്ട് എന്ന് പറയുന്നത് 72%. അപ്പൊ ഈ പ്ലാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, ഇതിനകത്ത് 4 പില്ലേഴ്സ് ആണ് ഈ ബിസിനസ്സിൽ. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കൺസ്യൂമേഴ്സ്. ധാരാളം ആൾക്കാർ മോഡി കെയറിലെ കൺസ്യൂമേഴ്സ് ആയിട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്ന കൺസ്യൂമേഴ്സ് കൂടാതെ തന്നെ നമുക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് അവർ എല്ലാ മാസവും കൃത്യമായി ലോയൽറ്റി ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അവരാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൺസ്യൂമർ ലെവലിലുള്ള ആൾക്കാരെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കൃത്യമായി ഈ പ്ലാനിൽ പ്രത്യേകം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ ബേസ് ലെവലിലുള്ള അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി, ബേസ് ലെവലിലുള്ള ആ അഡ്വൈസേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകമായ പൂള് കൊണ്ടുവന്നിട്ട് അവരെ പ്രത്യേകം ഈ ബിസിനസ്സിൽ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ പ്ലാനിൽ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം അവര് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ പുതുതായി കടന്നു വരുന്ന ആൾക്കാരെ വളരെ അട്രാക്റ്റീവായിട്ട് അവരെ വളരെ വേഗം ഈ ബിസിനസ്സിൽ ഉയർന്നു പോകാൻ വേണ്ടിയിട്ട് വളരെ വേഗം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കാൻ ബേസ് ലെവൽ അഡ്വൈസേഴ്സിന് വേണ്ടിയിട്ട് വളരെ നല്ല കോമ്പൻസേഷൻ ഈ പ്ലാനിൽ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് എന്ന് പറയുന്നത് ബിസിനസ് ബിൽഡേഴ്സ് ആണ്. ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഡയറക്ടേഴ്സ്, സീനിയർ ഡയറക്ടേഴ്സ്, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, പ്ലാറ്റിനം ഡയറക്ടേഴ്സ്, ആ ലെവലിലുള്ള ലീഡർഷിപ്പിലുള്ള ആൾക്കാർ. ആ ലീഡർഷിപ്പിൽ പരമാവധി ഇൻകം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 90% ഇൻകവും ഈ 3 ലെവലിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടുള്ള വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മുടെ സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാനിൽ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകം ബോണസുകൾ കമ്പനി വകയിരുത്തിയിട്ടുണ്ട് ഇൻഫിനിറ്റി പ്ലാന്റ്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബിസിനസ് ഐക്കോൺസ് ആണ്. ഈ ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഈ ബിസിനസ്സിൽ ടോപ്പ് ലെവലിൽ അച്ചീവ് ചെയ്തിട്ടുള്ള റെഡ് ഡയമണ്ട് ഡയറക്ടേഴ്സ്, ബ്ലൂ ഡയമണ്ട് ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ഫണ്ട് കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഫണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫണ്ടുകൾ 90% വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ഫണ്ടുകൾ മാത്രമാണ് ഇത്തരം ലീഡർഷിപ്പിന് വേണ്ടി മാറ്റിവെച്ച ശേഷം അതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫണ്ടാണ് ഇതിനകത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഡിയർ ഫ്രണ്ട്സ്. 12 തരം വരുമാനം എന്തൊക്കെയാണ്. ആദ്യത്തെ വരുമാനം എന്ന് പറയാം സേവിങ്സ് ഓൺ കൺസപ്ഷൻ. ഇത് എല്ലാവർക്കും കിട്ടുന്ന വരുമാനമാണ്. ഈ കസ്റ്റമർ തൊട്ട് അങ്ങേയറ്റത്തെ മോഡി കെയറിലെ പ്രിഫേർഡ് കസ്റ്റമറായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾ തൊട്ട് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആൾക്കാർക്ക് വരുന്ന സേവിങ്സ് ഓൺ കൺസപ്ഷൻ 33% റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളോട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം. രണ്ടാമത്തത് എന്ന് പറയുന്നത് പ്രോഗ്രഷൻ ബോണസ് എന്ന് പറയുന്ന ബോണസ് ആണ്. യഥാർത്ഥത്തിൽ ഈ ബോണസ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെയുള്ള അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന APB ബോണസ് ആണ്. അത് 6% കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മളെ അഡ്വൈസേഴ്സിന് വേണ്ടിയിട്ടാണ് കമ്പനി ഈ ബോണസ് മാറ്റി വെച്ചിരിക്കുന്നത്. മറ്റുള്ള ഡയറക്ടറും അതുപോലുള്ള എല്ലാ ലെവലിലുള്ള ആൾക്കാർക്ക് ഈ ബോണസ് കമ്പനി നൽകുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ബോണസ് ആണ് പവർ ഓഫ് ബോണസ് എന്ന് പറയുന്ന പവർ ഓഫ് 4 എന്ന് പറയുന്ന ബോണസ്. അത് 5% പൂളാണ് കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത്. അത് അഡ്വൈസേഴ്സിന് മാത്രമായിട്ട് കമ്പനി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു വലിയൊരു റെവല്യൂഷനാണ് യഥാർത്ഥത്തിൽ ഈ പവർ ഓഫ് 4 എന്ന് പറയുന്ന ബോണസ് എന്ന് പറയുന്നത്. പുതുതായി കടന്നു വരുന്ന ആൾക്കാർക്ക് നല്ല വരുമാനം
തുടക്കത്തിൽ തന്നെ നേടിക്കൊടുത്തുകൊണ്ട് അവരെ ബിസിനസ്സിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഇതിന്റെ ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബോണസ് ആണ് പവർ ഓഫ് ബോണസ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ ബോണസ് എന്ന് പറയുന്നത് ഡയറക്ടർ ബോണസ് ആണ്. ഡയറക്ടർ ബോണസ് എന്ന് പറയാൻ ഡയറക്ടർ മുതൽ മേളിലോട്ടുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ലീഡർഷിപ്പിനും കിട്ടുന്ന ബോണസ് ആണ്. അത് 17%. ഇന്ന് വരെ ഒരു 17% ഡയറക്ടർ ബോണസ് നമ്മുടെ ഒരു പ്ലാനിനുള്ളിലായിരുന്നു. 17% കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ ബോണസ് എന്ന് പറയുന്നത് വെഹിക്കിൾ ബോണസ് ആണ്. ഇത് ബോണസ് ആണ്, മാസാമാസം നിങ്ങൾക്ക് അക്കൗണ്ടിൽ വരുന്ന പണമാണത്. ഇത് നൽകാൻ വേണ്ടി ഡയറക്ടേഴ്സിനാണ് കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത്. എക്സ്ക്ലൂസീവ്ലി ഫോർ ഡയറക്ടേഴ്സ്. ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഡയറക്ടേഴ്സിന് ഡയറക്ടർ ബോണസിന് പുറമെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ബോണസ് ആണ് 3% വെഹിക്കിൾ ബോണസ് എന്ന് പറയുന്നത്. മാസം തോറും നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയോ വണ്ടി വാങ്ങാൻ വേണ്ടിയോ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ആറാമത്തെ ബോണസ് എന്ന് പറയുന്നത് നാഷണൽ ട്രാവൽ ബോണസ് ആണ്. ഇത് നാഷണൽ ട്രാവൽ ബോണസ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിനും സീനിയർ ഡയറക്ടേഴ്സിനും വേണ്ടി കമ്പനി മാറ്റി വെച്ചിരിക്കുന്ന ബോണസ് ആണ്. സൂപ്പർ ബോണസ് ആണ്. അവർക്ക് ഇന്ത്യയിലുള്ള ട്രെയിനിങ്ങുകളിലും മറ്റ് കമ്പനിയുടെ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയിലെ മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ബോണസ് ആണ് നാഷണൽ ട്രാവൽ ബോണസ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ബോണസ് എന്ന് പറയുന്നത് മെന്റർഷിപ്പ് ബോണസ് ആണ്. 15% മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ LPV ബോണസ് ആണത്. സൂപ്പർ ബോണസ് ആണ്. എട്ടാമത്തെ ബോണസ് എന്ന് പറയുന്നത് വേൾഡ് ടൂർ ഫണ്ട് ആണ്. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾക്ക് കാണാം ആറാമത്തെ ബോണസ് എന്ന് പറയുന്നത് നാഷണൽ ട്രാവൽ ഫണ്ട് ആണ്. അതിന് പുറമെയാണ് കമ്പനി വേൾഡ് ടൂർ ഫണ്ട് എന്ന് പറയുന്ന ടൂർ ഫണ്ട് കമ്പനി 6% മാറ്റി വെച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്ക് മുതലുള്ള ആൾക്കാർക്ക് ഇതിന് അർഹമാണ്. ഒമ്പതാമത്തെ ബോണസ് എന്ന് പറയുന്നത് ലക്ഷറി കാർ ഫണ്ട് ആണ്. ഡിയർ ഫ്രണ്ട്സ്, ലക്ഷറി കാർ ഫണ്ട് 5% കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത്. അത് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്ക് മുതൽ ടോപ്പ് ലെവലിലുള്ള റാങ്ക് വരെയുള്ള ആൾക്കാർക്ക് അതാത് മാസം നേടിയെടുക്കാൻ കഴിയുന്ന ബോണസ് ആണ്. ഡിയർ ഫ്രണ്ട്സ്, 5% ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത് ലക്ഷറി കാർ ഫണ്ടായിട്ട്. 10%. പത്താമത്തെ ബോണസ് എന്ന് പറയുന്നത് ഡ്രീം ഹൗസ് ബോണസ് ആണ്. ഈ ഹൗസ് ബോണസ് എന്ന് പറയുന്നത് മേളിലത്തെ 8ാമത്തെ 9ാമത്തെ ഫണ്ടാണ്. ആ ഫണ്ട് എന്നുള്ളിടത്ത് കമ്പനി മാറ്റിവെക്കും. അതാത് സമയങ്ങളിൽ, യഥാർത്ഥമായ സമയങ്ങളിലാണ് കമ്പനി ആ ഫണ്ടുകൾ എടുത്ത് നമുക്ക് തരുന്നത്. കാർ വാങ്ങുമ്പം കാർ ഫണ്ട് തരും. വേൾഡ് ടൂർ പോകുമ്പം ആ ഫണ്ട് എടുത്ത് നമ്മളെ വേൾഡ് ടൂർ കൊണ്ടുപോകും. പക്ഷെ ഡ്രീം ഹൗസ് ഫണ്ട് എന്ന് പറയുന്നത് 4%. ഇത്രയും കൂടിയ പെർസെന്റേജ് ആദ്യമായിട്ടാണ് മോഡിക്കൽ ഇത് ഓഫർ ചെയ്യുന്നത്. വേൾഡ് ടൂർ ഫണ്ട് ആണെങ്കിലും ലക്ഷറി കാർ ഫണ്ട് ആണെങ്കിലും ഹൗസ് ബോണസ് ഫണ്ട് ആണെങ്കിലും ഏറ്റവും ഹയർ പെർസെന്റേജ് ആണ് കമ്പനി പ്ലാനിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ ഡ്രീം ഹൗസ് ഫണ്ട് എന്ന് പറയുന്നത് പ്ലാറ്റിനം ഡയറക്ടർ ആകുന്ന മാസം മുതൽ 4 പേരെ നിങ്ങൾ ഡയറക്ടർ റാങ്കിൽ കൊണ്ടുവരുന്ന ആ മാസം മുതൽ നിങ്ങൾക്ക് പേഔട്ട് കിട്ടുന്ന ഫണ്ടാണ്. നിങ്ങളുടെ ബോണസിനോടൊപ്പം കിട്ടുന്ന ഫണ്ടാണ് ഡിയർ ഫ്രണ്ട്സ് ഈ ഡ്രീം ഹൗസ് ഫണ്ട് എന്ന് പറയുന്നത്. അത് 4% കമ്പനി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ടോപ്പ് ലെവലിലുള്ള മെന്റേഴ്സിനായിട്ട് കമ്പനി 2 ബോണസ് മാറ്റി വെച്ചിട്ടുണ്ട്. റെഡ് ഡയമണ്ട് ക്ലബ്ബ് ബോണസും ബ്ലൂ ഡയമണ്ട് ക്ലബ്ബ് ബോണസും. ഇത് രണ്ടും കൂടെ 7% മാത്രമാണ് മാറ്റി വെച്ചിരിക്കുന്നത്. 72%-ൽ 7% മാത്രമാണ് അങ്ങനെയുള്ള ടോപ്പ് ലീഡേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പ്രത്യേകമായ ഫണ്ട്. ബാക്കി വരുന്ന 90% ഫണ്ടും പ്ലാറ്റിനം ഡയറക്ടർ മുതൽ താഴോട്ടുള്ള ലീഡർഷിപ്പിന് എല്ലാം അർഹതപ്പെട്ടതാണെന്നുള്ളതാണ് ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്,